അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില്, ഇല്ലേ? മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എന്റെ എന്നുള്ള വാക്കവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് എന്റെ കൂടെ, നിർമ്മലന്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പൊ എന്തുമാത്രം ആൾക്കാര്, ഇപ്പം നിരീശ്വരന്മാരില്ലേ? നിരീശ്വരന്മാര് ദൈവത്തെ വിശ്വസിക്കാത്തവരും ദൈവത്തെ പുച്ഛവും വെറുപ്പുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോ അവര് നല്ല മനുഷ്യരാ. എല്ലാവരും ആണെന്ന് ഞാൻ പറയല്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട് എൻ്റെ അർത്ഥത്തിൽ. നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധം. നിർമ്മലതായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ നിർമ്മല ദൈവത്തിന്റെ സ്വന്തം ആള്. അത് ഒരു ഭയങ്കര ഇതാണ്. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ? റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പൊ അങ്ങനെ ഒരു വിളിയാണ്. എന്റെ നിർമ്മലൻ എന്ന് പറയുമ്പോ യേശുക്രിസ്തുവിനെ സ്വന്തമാകുകയും, സ്വന്തമാകുമ്പോ എന്ന് പറയുമ്പോ നമുക്ക് ഒരു അഭിരുചി ചില ആൾക്കാർക്ക് യേശുക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ, അല്ലേ? അപ്പൊ അവരതിനകത്ത് പേയ്മെന്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. കാര്യം സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. ചില ആൾക്കാർ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷന്റെ പേര് വില കൊടുക്കും. ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യമുള്ള വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല. കാര്യം അതൊരു വിളിയാണ്. വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം, കൂടെ വരണം.